നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു ഫുഡ് റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് പിസ്സ. വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ബ്രെഡ് പിസ്സ ഉണ്ടാക്കാൻ നോക്കാം. പിസ്സ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഒരു പക്ഷെ അവർ പറയുന്ന സമയത്ത് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാനോ പറ്റാറില്ല. ഇത് പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിലെ ബ്രെഡും മറ്റുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ വെച്ചോട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു പിസ്സ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് നമുക്ക് ഓവൻ ആവശ്യമില്ല, നമ്മുടെ സാധാരണ ഗ്യാസ് അടുപ്പത്താണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്കിതിനായി വേണ്ട ഇൻഗ്രീഡിയൻസ്: ബ്രെഡ്, സവോള, ഒലിവ്സ്, ചിക്കൻ ഞാൻ കുരുമുളകും ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചതാണ്, മൊസറല്ല ചീസ്, ക്യാപ്സിക്കം. ടോപ്പിംഗ്സിനായി നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. വെജിറ്റബിൾ, ചെമ്മീൻ, തക്കാളി, പച്ചമുളക്, ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. പിന്നെ വേണ്ട ഒറിഗാനോ, പിന്നെ പിസ്സ സോസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിക്കാം. ഞാൻ അതിനായിട്ട് നല്ല 2 പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം. ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കുക. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പൊ നന്നായി വെന്തിട്ടുണ്ട്, തൊലിയൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ തൊലിയൊക്കെ ഒന്ന് കളയാം. എന്നിട്ട് നന്നായി മിക്സിയിൽ അരച്ചെടുക്കുക. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് നന്നായി മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മുടെ തക്കാളി പേസ്റ്റ് ചേർക്കാം. ഇനി നമുക്കിത് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല പേസ്റ്റ് രൂപമാവണം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ നമുക്ക് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, നിർബന്ധമില്ല. നന്നായിട്ട് ഇളക്കി പേസ്റ്റ് രൂപത്തിലാക്കണം. ഇതിൽ നമുക്ക് കുരുമുളക് ആഡ് ചെയ്യാം. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്യാം. ഇനി വേണ്ടത് നമുക്ക് ഒറിഗാനോ ആണ്. ഒറിഗാനോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ തുളസിയുടെ ഇലയും ചെറിയ കഷ്ണം എടുത്തിട്ട് രണ്ടും എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ രണ്ടും സെയിം ഫ്ലേവർ തന്നെ നമുക്ക് കിട്ടുക. ഇപ്പം നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാം. ഇനി ഒരു പീസ് ബ്രെഡ് എടുത്ത് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് പുരട്ടി കൊടുക്കാം. ഇതുപോലെ നന്നായി എല്ലാ സൈഡിലും പരത്തണം. അതിന് ശേഷം കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ടോപ്പിങ്സുകൾ, ചിക്കൻ, ക്യാപ്സിക്കം, ഒലിവ്സ് എല്ലാം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം മേലെ ചീസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൽ ചെമ്മീൻ, മഷ്റൂം, വെജിറ്റബിൾസ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ടോപ്പിങ്സ് ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാൻ എടുത്ത് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു 5-10 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. അതിൻ്റെ ചീസൊക്കെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നമ്മുടെ ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. കണ്ടല്ലോ, വളരെ ഈസിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.